എല്ലാം പെർഫെക്റ്റ്ലി സിസ്റ്റമാറ്റിക് ആണോ? അതുകൊണ്ടാണല്ലോ മെഡിക്കൽ സയൻസ് കൂടുതൽ ഇതിലേക്ക് ഇറങ്ങുന്തോറും ഈശ്വര ഇത് ഇങ്ങനെ ആവണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ഇൻഫിനിറ്റ് ഇന്റലിജൻസ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അതിൽ സമർപ്പിക്കുന്നത് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്. ഏതായാലും ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്റേണലി ഇറങ്ങിച്ചെല്ലുന്തോറും നമുക്ക് മനസ്സിലാവും ഈ കാണുന്ന പ്രപഞ്ചം, നിങ്ങൾ പ്രപഞ്ചത്തെ അല്ല കാണുക, ഈ പ്രപഞ്ചം അനുസരിക്കുന്ന ഒരു നിയമമാണ്. എനിക്ക് ഭഗവത്ഗീതയോട് ഇത്ര റെസ്പെക്ട് ഉള്ളത്, അടുത്ത ഒരു കാലഘട്ടത്തിൽ സയൻസ് പറയാൻ പോകുന്ന ഒരു ശ്ലോകം ഏതായിരിക്കുന്നത്, സയൻസ് ഡിക്ലെയർ ചെയ്ത് പോകുന്ന ഒരു ശ്ലോകം ഏതായിരിക്കും? 9-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം. ഇനി ശാസ്ത്രജ്ഞന്മാർക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ അത് ഗീതയിൽ കൃഷ്ണൻ 9-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ പറഞ്ഞായിരിക്കും. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഈ പ്രകൃതി പല നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ ആ നിയമം ഞാനാണ് അർജുന. എന്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി സൂയതേ എക്സ്പാൻഡ് ചെയ്യുന്നതും മൂവ് ചെയ്ത് അതിന്റെ ഒരു പീക്കിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഇലാസ്റ്റിക് പോലെയാണല്ലോ പ്രപഞ്ചം. അത് എക്സ്പാൻഡ് ചെയ്താൽ പിന്നെ കോൺട്രാസ്റ്റ് തിരിച്ചു വന്നേ പറ്റുള്ളൂ. അത് അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് പോയേ പറ്റുള്ളൂ. ഇത് ആരുടെ അധ്യക്ഷതയിലാണ്? ഞാനാണ് അതിന് ഇന്റലിജൻസ് പകരുന്നത്. എന്റെ ഇന്റലിജൻസിലാണ് ഈ പ്രകൃതി വികസിക്കുന്നതും നിലനിൽക്കുന്നതും തിരിച്ചു പോകുന്നതും. ഇത് സയൻസ് ഡിക്ലെയർ ചെയ്യാൻ ഇനി അധിക കാലമൊന്നുമില്ല. കാര്യം ഇപ്പൊ തന്നെ സയൻസ് പറയുന്നത് an intelligence can't separate from the whatever you are observing. The observing the universal നിന്നും you can't separate the intelligence. ഇന്റലിജൻസ് ഇല്ലാതെ ഈ പ്രപഞ്ചത്തിന് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റും. ഭാരതീയ ഋഷിവര്യന്മാർ അതാണ് പറയുന്നത്. പക്ഷെ സയൻസ് തെറ്റിദ്ധരിച്ചെന്ന് വെച്ചാൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഒരു കാന്തി, ഒരു മോഷൻ ഉണ്ടാക്കുന്നതല്ല ഇന്റലിജൻസ്, മറിച്ച് മോഷൻ ഫോളോ ചെയ്യുന്നത് ഇന്റലിജൻസിനെയാണ്. അതല്ലേ ശരി? ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞത് അതാണ് സയൻസിന്റെ നെക്സ്റ്റ് ജനറേഷൻ സയൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചപ്പോൾ ഒരു 5000 വർഷം മുമ്പ് ഇത് എഴുതി വെച്ചിരിക്കുന്ന ഗീതാ പുസ്തകമാണ് ഹിന്ദുവിന്റെ ബുക്ക്. സയൻസ് പോലും നാളെ ഇതിന്റെ തലത്തിലേക്കാണ്. ഈശാവാസ്യം ഇതം സർവം ഈശാവാസ്യം. ആ ലോകത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. ഏതായാലും ഇതൊക്കെ പഠിച്ചാൽ നന്ന്, അല്ലെങ്കിൽ അടുത്ത ജന്മം നിങ്ങളും പൂജയെ പോലെ ഇവിടെ വന്ന് ഓടി നടക്കേണ്ടിയിരുന്നു. ഈ ജന്മം അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല, അടുത്ത ജന്മം ഏതോ കഴിഞ്ഞ ജന്മം പാവം ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷെ ആ വാസന അവിടെ കിടക്കുകയാണ്. ഞാനൊരു പക്ഷെ പണ്ട് വന്നിട്ടുണ്ടാവണം, അപ്പൊ അതിന് ഗീത കേട്ടുള്ള എന്തെങ്കിലും ശീലം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് പാവം ഈ ജന്മം നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ജന്മം ഈ സീറ്റിന്റെ ഇടയിൽ കൂടെയൊക്കെ നിങ്ങളും ഓടേണ്ടി വരും. അപ്പൊ അവര് എവിടെയാണ് ഈ സാധനം വന്നിരിക്കുന്നത്? പക്ഷെ അതിന് പറയാൻ പറ്റും. നമുക്ക് അവിടെ ഇരുന്നിട്ട് അത് കേൾക്കുന്നത് വളരെ കൂളായിട്ട് ഇരുന്നിട്ട്. അപ്പൊ അതിന് പാവം അറിയാം, എവിടെയോ ഗീത കേട്ടിട്ടുണ്ട്, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനാണെങ്കിൽ അന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി, ഇടയ്ക്ക് പോയി നോക്കും പുറത്ത്, വീണ്ടും അതകത്തേക്ക് വന്ന് നോക്കുക. കാരണം ഗീത കേട്ടിട്ട് സ്വഭാവം അതിന്റെ വാസനയിൽ കിടക്കുന്നുണ്ട്. ഞാൻ തമാശയല്ല പറയുന്നത്, ചില ജീവജാലങ്ങൾക്ക് അതുണ്ടായിരിക്കും. ഞാൻ ഒരിടത്ത് സപ്താഹം നടത്തുന്നുണ്ടല്ലോ, വളരെ എവിഡന്റ്ലി എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രഭാഷണം നടക്കുമ്പോൾ ആ പട്ടി അവിടെ വന്ന് കിടക്കുക. ഇവർ കമ്മിറ്റിക്കാരെ എങ്ങനെ ഓടിച്ചാലും അവിടെ വന്ന് കിടക്കും. പ്രഭാഷണം കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അപ്പൊ ഉറപ്പല്ലേ ഏതോ പണ്ടത്തെ ഒരു കമ്മിറ്റി മെമ്പർ ആയിരുന്നു, അയാൾക്ക് നമ്മളെ കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജന്മം പറഞ്ഞു കേൾക്കുകയാണ് പാവം. ഇതൊക്കെ നമുക്കൊരു പക്ഷേ നമുക്ക് മനസ്സിലാവുകയായിരിക്കും. കാരണം മറ്റുള്ളവരതിനെ ഫിസിക്കലി കാണുമ്പോൾ അവർക്കത് മനസ്സിലാവുണ്ടല്ലോ. നിങ്ങൾ ഡൽഹി പോയി നോക്കാം, പാർലമെന്റിന് മൊത്തം മരങ്ങളാണ്. എന്താ ഇത്രയധികം മരങ്ങൾ? മുമ്പ് എംപിമാരായിരുന്നു, ഒന്നും ചെയ്യാതെ അവിടെ നിന്നവരാ. ഇപ്പൊ ഈ ഒരു ജന്മം മരമാവാനല്ല എന്ത് പറ്റിയവർക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെറും കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് ജീവിതം തുലച്ചു കളഞ്ഞാൽ, നശിപ്പിച്ചു കളഞ്ഞാൽ ഉറപ്പിച്ചോളൂ ഇതുപോലെ വരേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതുപോലെ വരാതിരിക്കണമെങ്കിൽ ഈ ഒരു ജന്മം തന്നെ നമ്മൾ മാക്സിമം വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിയാൽ സദാ ഖുഷി രഘു, എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കാം. അതുകൊണ്ട് ഭക്ത്യാമാമഭിജാനാതി, 2 തലത്തിലും, ഒന്ന് സട്ടിൽ ലെവലിലും പിന്നെ എക്സ്റ്റേണലും. ഈ നോക്കൂ. അതുകൊണ്ടാണ് ഭാരതീയ ഋഷിവര്യന്മാര് പറയുന്നത് ഇന്റേണലും എക്സ്റ്റേണലും 2 അല്ല, ഇന്റേണലും എക്സ്റ്റേണലും ഒന്ന് തന്നെയാണ്. ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി
ഉള്ളിലുള്ളത് തന്നെയാണ് പുറത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ പുറത്ത് എന്തെങ്കിലും ചലനമുണ്ടെങ്കിൽ ആ ഇന്റേണലായ കോൺഷ്യസിന്റെ ആ ഒരു അതിന്റെ ലോയിലാണ് ഈ പ്രപഞ്ചം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള വൈഭവത്തിന്റെ അതിന്റെ പ്രേരണയിലാണ് ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ ശരീരം അങ്ങനെ ചലിക്കുന്നതിന്റെ പ്രേരണ കൊടുക്കുന്ന അതേ ബോധം തന്നെയാണ് സൂര്യനിലെ ഹൈഡ്രജൻ കത്തിച്ച് ഹീലിയമായി അത് പ്രകാശമായി പൊട്ടിത്തെറിക്കുന്നതും ഓക്സിജൻ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമാകുന്നതും ഈ ഭൂമി അതിൻ്റെ ഗ്രാവിറ്റിയിലും അതിൻ്റെ ന്യൂക്ലിയർ ഫോഴ്സിലും വീക്ക് പവറിലും സ്ട്രോങ് ഫോഴ്സിലും അതിൻ്റെ ആ ഒരു അച്ചുതണ്ടിൽ കടന്നത് ഓർബിറ്റിൽ കടന്ന് കറങ്ങുന്നതും എല്ലാറ്റിൻ്റെയും ആ ചലനം, എവിടെ ചലനമുണ്ടോ ചലനം ഈസ് ബിക്കോസ് ഓഫ് ദ ഒരു ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസ് ഇല്ലേ? എന്തില്ല? കമാൺ, ചലനം. ഇന്റലിജൻസ് ഉണ്ടോ? ചലനം. ആ ഇന്റലിജൻസിനെ വിളിക്കുന്ന പേരാണ്, ഒരു പേരാണ് കാലം. കാലം എന്ന് പറയുന്നത് വെറും മോഷൻ മാത്രമല്ല. മോഷൻ ഉണ്ടോ? ഇന്റലിജൻസ് ഉണ്ട്. ഇന്റലിജൻസ് ഇല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കാലം എന്ന് പറഞ്ഞ വാക്കിപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല. കാലം എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്ന 2 പോയിന്റിനെ മെഷർ ചെയ്യുന്നതാണ് കാലം. അതാണ് പൊതുവെ ശ്രദ്ധിക്കുക കാലം എന്ന് പറയുന്നത്. ആണോ? സൂര്യന്റെ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പൊ 2 എക്സ്പീരിയൻസ്, ഉദയവും ഇതിന്റെ മെഷറിനെയാണ് നമ്മൾ ഡേ ടൈം, ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ഈവനിങ് എന്നൊക്കെ പറയുന്നത്. ആണോ? ആ ഒരു കണക്ക് വേണമല്ലോ ഒരു ചലനത്തിന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോയത് ഈ ചലനത്തിലൊരു വളരെ സിസ്റ്റമുണ്ട്. അതിലൊരിക്കലും അതിന്റെ ഫ്രീഡത്തിലല്ലാതെ ചലിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം തന്നെ നോക്കൂ, ഒറ്റയടിക്ക് അങ്ങോട്ട് വളരുന്നില്ല. അതിലൊരു സ്ലോ ആൻഡ് സ്റ്റഡി ഉണ്ടോ? സ്ലോ ആൻഡ് സ്റ്റഡിയിൽ അത് വളരുന്നുള്ളെങ്കിൽ ആ സ്ലോ ആൻഡ് സ്റ്റഡി നിശ്ചയിക്കുന്നത് പ്രകൃതിക്ക് ചലിക്കാൻ മാത്രമേ. പക്ഷെ അതിനെ ചലനം സിസ്റ്റമാറ്റിക് ആക്കുന്നത് ഇന്റലിജൻസ്. അപ്പൊ കാലം എന്ന് പറയണമെങ്കിൽ, പൂർണ്ണമാവണമെങ്കിൽ ആര് വേണം? ഇന്റലിജൻസ്. ക്ലിയർ ആണോ പറയുന്നത്? ഇന്റലിജൻസ് ഇല്ലേ, കാലമില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ മറ്റൊരു പേരാണ് കാലം. പരമശിവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? പരമശിവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. പരമശിവൻ, കാലസ്വരൂപനായ പരമേശ്വരനെ വിളിക്കുന്ന പേരെന്താണ്? കാലേശ്വരൻ. കാലത്തിന്റെയും ഈശ്വരനാണ് ആര്? പരമേശ്വരൻ. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഗീതയിൽ തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ കാലമാകുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണൻ എവിടെയെങ്കിലും? കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ? 11-ാം അധ്യായം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, അതിലൂടെ ഒന്ന് പോയി നോക്കാം. നമുക്ക് 11-ാം അധ്യായത്തില് 32-ാം ശ്ലോകം, കാലോസ്മി അഹം കാലഃ, ഞാൻ കാലമാകുന്നു. എന്തൊരു മനോഹരമാണ്. നോക്കൂ, സയൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീഫൻ ഹോക്കിൻസ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഈ ടൈമിനെ കുറിച്ച്. പക്ഷെ ആ കാലം എന്നതിനെ അവരൊക്കെ കണ്ടിരിക്കുന്നത് വെറും കണക്കുകൂട്ടലായിട്ട്, മെഷർമെന്റ് ആയിട്ട്. ബിഫോർ ബിഗ് ബാങ്, ആഫ്റ്റർ ബിഗ് ബാങ്, ഇതെല്ലാം മെഷർമെന്റ് അല്ലാതെ ഒരു ഇന്റലിജൻസിനെ അവർക്കറിയാം. ദർ ഈസ് ഇന്റലിജൻസ്. പക്ഷെ അതെന്താണെന്ന് കണ്ടെത്താൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അവർ അതിലേക്ക് കടന്നുപോയില്ല. പക്ഷെ കൃഷ്ണൻ ഇവിടെ പറയുന്നു, കാലോസ്മി ലോകക്ഷയകൃത്പ്രവൃദ്ധോ. ആ വാക്ക് തന്നെ നോക്കൂ നിങ്ങൾ. ഞാൻ കാലരൂപത്തിൽ നിന്ന് ലോകത്തിന് ക്ഷയം വരുത്തുന്നു എന്ന് പറഞ്ഞാൽ, ലോകത്തിന് ക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമോൺ, ഒരു എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം നോക്കിയാൽ മതി. നിങ്ങൾക്ക് യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കാൻ എവിടെയും നോക്കണ്ട, നിങ്ങളുടെ ശരീരം മതി. അതൊരു ഏജിൽ ഇത്രയും എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ അടിക്കും, അത് കോൺട്രാക്ട് ചെയ്യും, ആ തിരിച്ചു വരും. അത് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നതും എക്സ്പാൻഡ് ചെയ്യുന്നതും ഒരു നിയമത്തെ അനുസരിക്കണം. അതിൻ്റെ ഇഷ്ടപ്രകാരമല്ല അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ശക്തിയിലാണ്, ഈ കാലശക്തിയിലാണ് ഈ പ്രപഞ്ചം ചലിച്ച് വികസിച്ച് സങ്കോചിക്കുന്നത്. ചലിക്കുന്നു, വികസിക്കുന്നു, കമാൺ, സങ്കോചിക്കുന്നു. ഇതിങ്ങനെ നിരന്തരം നടക്കുന്നതിന്റെ പ്രേരക ഘടകം ആരാണ്? ഞാനാകുന്ന കാലമാണ്. അപ്പൊ ഐൻസ്റ്റീൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. ടൈം, സ്പേസ്
ടൈം, സ്പേസ് ആൻഡ് എനർജി ഓർ മാസ്. ഇതല്ലേ ഐൻസ്റ്റീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ടൈം, സ്പേസ് ആൻഡ് മാസ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മാറ്റർ അല്ലെങ്കിൽ എനർജി, വാട്ട് എവർ ഇറ്റ് മേ ബി. അതിൽ ടൈം എന്നത് ഇവർ കണ്ടിരിക്കുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഈ ബിഫോർ ആഫ്റ്റർ എന്ന് എന്താണ് ടൈം എന്ന് ഇപ്പോഴും കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്തിട്ടില്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളുടെ കയ്യിലുള്ളൊരു ഗംഭീര സാധനമാണ് ഈ ടൈം എന്താണെന്ന് വീക്കാവില്ല. ആ എനർജി വീക്കാവുന്നുണ്ടെങ്കിൽ അത് പോകുന്ന ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടായി. പ്യുവർ എനർജിക്ക് ഒരിക്കലും വീക്ക്നെസ് കമോൺ വരാൻ പറ്റില്ല. പറ്റുമോ? അഗ്നി, ഏത് എനർജി എടുത്തു നോക്കൂ, എനർജി ഒരിക്കലും മീഡിയത്തിലൂടെ അത് വീക്കാവും. നമ്മളിപ്പോൾ അഗ്നി ഒരു ചെറിയ തിരിയിൽ കത്തിച്ചു കഴിഞ്ഞാൽ ആ തിരിയുടെ ലെവലിൽ അത് ചെറുതാണെന്ന് തോന്നും. പക്ഷെ അഗ്നി വീക്കല്ല. നമ്മൾ ചെറിയൊരു ബൾബിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറണ്ടിന്റെ വീക്ക്നെസ് അല്ല, അത് പോകുന്നൊരു കമോൺ മീഡിയത്തിന്റെ. ഇതുപോലെ മെന്റലി നമ്മൾ വീക്കാവുന്നതിന് കാരണം നമ്മൾ ഈ ശരീരമാകുന്ന ഉപാധിയിലൂടെയാണ് മൈൻഡിനെ കാണുന്നത്. നിങ്ങൾ അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത ഇൻഫിനിറ്റ് എനർജിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈൻഡ് ഒരിക്കലും വീക്കാവില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനസ്സ് ഏത് കാര്യം ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് നിങ്ങളുടെ ഡേ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താൽ ഡേ ബൈ ഡേ മൈൻഡിന്റെ പവർ കൂടും. വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നോ അവരുടെ മൈൻഡിന്റെ പവർ കുറഞ്ഞു കുറേ കഴിഞ്ഞാൽ അതിന്റെ പേരാണ് വിനംഷ്യസി. നീ അർജുന നിന്നെ തന്നെ നശിപ്പിക്കും. ഇനി കൃഷ്ണൻ അർജുനൻ നശിച്ചു പോകുന്നതിന്റെ ചില കാര്യങ്ങളും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നെ അർജുനോട് എങ്ങനെ ആ ഒരു കാര്യത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൃഷ്ണൻ ഒരു ലെവലിൽ കൂടി കടന്ന് താഴോട്ട് വന്നിട്ട് പറയാം, ഇനി ഒരു അവസാന ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം, എളുപ്പത്തിൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ. നിന്റെ മൈൻഡിനെ ഒരു റിഗ്രറ്റും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ, ഇനിയിപ്പോൾ നീ യുദ്ധം കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെന്റും ഇല്ല ജയിച്ചതിന്റെ, ഇനി യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരു ഗിൽറ്റും ഇല്ലാതെ മൈൻഡ് വളരെ റിലാക്സ് ചെയ്ത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ സന്തോഷം, മൈൻഡിന്റെ ഒരു തരത്തിലും മൈൻഡ് ഡിസ്ട്രാക്ട് ആവാതെ നിനക്ക് നിലനിർത്താനുള്ള സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ കൃഷ്ണൻ കൺക്ലൂഡ് ചെയ്യും. ഞാൻ എത്രയും കാലം വിചാരിച്ചിരുന്ന ബോഡിയല്ല ഞാൻ അതിനപ്പുറം എന്താണെന്നുള്ള തിരിച്ചറിവും മനസ്സിലാക്കണേ പറ്റും. അപ്പം അത്രയും കാലം ബോഡിയാണെന്ന് വിചാരിച്ച് കളിച്ച ലൈഫ്, ഹൗ യു സ്പെൻഡ് ദ ലൈഫ് തിങ്കിങ് ഐ എം ബോഡി, then we understood we played the game altogether wrongly. We were supposed to play in a different way. There was a much better scope, we never did that. അതാണ് ഗുരുവര്യന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ച് കഴിയുമ്പോൾ ദ എക്സ്പ്ലനേഷൻ ടു ദാറ്റ്. നൗ സ്വാമിജി ആസ് നൗ നമ്മളെല്ലാവരെയും മനസ്സിനെ ഉണർത്തി. ആ ഉണർത്തിയ മനസ്സ് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് ലൈഫിൽ സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മാത്രമേ ഗീതയുടെ ശരിയായ പൊരുൾ നമ്മളിൽ എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഗീത ക്ലാസ്സുകൾ പലരും വി ആർ ഓൾറെഡി കണ്ടക്ടിങ് ഫോർ ഗീത ക്ലാസ്സസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഹരി ഈസ് കണ്ടക്ടിങ് അറ്റ് വൈറ്റ് ഫീൽഡ്, അജിതാജി ഈസ് ഡൂയിങ് അറ്റ് ഡോംഡൂർ, ആൻഡ് അരുൺജി ഈസ് ഡൂയിങ് അറ്റ് അയ്യപ്പസ്വാമി ടെമ്പിൾ ഇൻ ചേൽ. ദെൻ പ്രിയജി ഈസ് ഡൂയിങ് ഫോർ ദ കിഡ്സ്. ഭഗവത്ഗീത ക്ലാസ്സിൻ്റെ പകരം they are trying to explain them through stories and stories. ഇതിനപ്പുറം I know that probably there are many people who are attending the satsang for attending Swamiji's class from 2012. More evolved souls will be there, and probably you will be conducting classes, or at least you will be discussing among yourself about Gita and trying to really bring that into life. If you have a group like that doing somewhere, I think it's a time that we should be ready to involve more people, make it a bit more formal. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഈ പറയുന്ന 4 സ്ഥലത്തല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളൊരു സ്റ്റഡി ക്ലാസ്സുകളോ ഗീതയെക്കുറിച്ച് ഡീപ്പറായിട്ട് പോകുന്നോ, ഓർ യോഗ സംബഡീസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വി വിൽ there are some male group in this satsang will explain to everybody so that people will get benefited out of that. അല്ലെങ്കിൽ നമ്മൾ ഉണർത്തിയ മനസ്സിനെ 2 ആഴ്ച കഴിഞ്ഞാൽ അത് ആസനയുടെ പുള്ളി സോ സ്ട്രോങ് പഴയ സ്ഥിതിക്ക് എത്തുന്നത് ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് ഐ എക്സ്പീരിയൻസ് മൈസെൽഫ്. So I am attending Ajidaji's class on weekends, so I know
how much, first of all, how much effort she is putting before coming to the class, how much of preparation. And sometimes we will be explaining either, sometimes we'll deviate, start discussing many other things. Apply paladin clarification, more clarity will come, which we understood, already understood. So, is there anybody else doing? Please do give a name. Otherwise, no, these are the 4 satsang classes that is happening on weekend. It's a Gita study class, as I explained. So, do try to join. Try to join for 3-4 weeks. First time, maybe it's already the classes are going on. You need to get connected with the class. So, but then if you are able to do that, and there are some other things also being planned. If you are interested to give classes for that as well, or want to be a part of that, do give names that if you are ready to volunteer for this program and ready to be part of it, so that both the way we will be able to help each other. So I just want to convey that these classes are there. There's a tremendous effort behind by that corresponding people who conduct that, to do that, so we can get benefited. Of course, advertisement, this is not paid class. It's absolutely free classes. It's not advertisement. But then, first point, that bewilderment, puzzle, ആ മൊമെന്റിൽ പസിൽഡ് ആയ ആൾക്കാർ കൂടുതൽ ആ മനസ്സ് കൂടുതൽ ഡെപ്ത് സങ്കടം വരുന്ന എപ്പോഴറിയോ, അറ്റ്ലീസ്റ്റ് ദർ വാസ് എ ചാൻസ് ഇൻ ലൈഫ് ടൈം ദാറ്റ് ദർ വാസ് എ ചാൻസ് ടു നോ വാട്ട് ഐ ആം ബിയോണ്ട് ബോഡി എന്നുള്ള ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഓൾ ഓഫ് us നോ നൗ. അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസമെങ്കിലും സ്വാമിജി ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ബിയോണ്ട് മൈ ബോഡി. പക്ഷെ അത് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ഡിസപ്പോയിൻമെന്റ് വാട്ട് വി വിൽ ഹാവ് അറ്റ് ദ ടൈം ഓഫ് which we don't want to have it, right? So that was first point. There are classes, and I did not see any hand raising that if you are conducting any, at least some discussions weekly or bi-weekly or even monthly, where you can involve more people, we should be doing that. That's where the real Gita ശരിക്കും meaning നമ്മൾ കൂടുതലെത്തുക. അതൊരു പോയിന്റ്. സെക്കൻഡ് പോയിന്റ് സ്വാമിജി ഓൾറെഡി പറഞ്ഞു. സ്വാമിജി already agreed to come next year. As I told, the physical presence of a acharya is really important to keep us to take it to next levels. So Swamiji has agreed to come next year, and there is no much better place than this Sangeet Sabha to conduct that. So but then over the period of 2012 തുടങ്ങിയിട്ട് ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞു, 10 years. I know many people are coming for 10 years. Cost has increased, and so is the cost of this auditorium as well. See, they were really constrained toward us. Reduced rate, but still the amount is bigger. So at least if you are doing for 8 days of class next year, we should be able to at least give reserve for at least bare minimum of 5 days. We should be able to reserve now. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് maybe people are coming forward, അപ്പോഴേക്കും ബുക്കായി പോയിട്ടുണ്ടാവും, നമുക്ക് ആ ഡേറ്റിൽ കിട്ടില്ല. സോ we need to continuously get. ഇടയ്ക്ക് വേറെ ദിവസം വേറെ സ്ഥലത്ത് നിന്ന് വയ്ക്കുന്നത് അതൊരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. So for sure we will conduct some of these class, but we want to make sure this is in the same place. Yes, definitely more dear this time. Don't think that you are having sufficient wisdom to talk. You don't have to worry. You will get all the data, all the curriculum, everything that will be provided. How many of you are interested? It is for 10 children. You take the class. You will get all the whatever text or whatever things you need, that we will supply. Try online and see you. You don't have to take a physical class, because online is good for your timing and another. How many of you are interested? So many people, so many are there. Youngsters it helps your personality. Then ഒരു കാര്യം പറയാം, നമ്മൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൺവിക്ഷൻ കൂടുക. അപ്പോൾ ഇന്നൊരു കുട്ടി എന്നോട് ചോദിക്കുകയാണ്, I know the Vishnu created the whole universe. Who created Vishnu? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികളെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് ഏതാണെന്നുള്ളത്. ഓരോ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിക്കുന്നുണ്ടല്ലോ, റിയലി വി ആർ സർപ്രൈസ്. അപ്പം അങ്ങനെ നമ്മൾ കുട്ടികൾ ചിലപ്പോൾ നമ്മൾ പാരൻസ് ഇഗ്നോർ ചെയ്യും ഇതൊക്കെ എന്താണ്, കാരണം നമുക്കറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വരിക, നിങ്ങൾ ഡെസ്കിൽ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അരുൺജി വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ദോസ് തിങ്സ്. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന
ഞങ്ങൾ കുറേ കൂടി അതിനൊരു മോഡേൺ സ്ട്രക്ചറിലേക്ക്, കാരണം കുട്ടികളുടെ തമോ ഗുണം രജോ ഗുണം ഇതൊക്കെ മാറ്റി അവരെങ്ങനെ ഫോക്കസ് ചെയ്യിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും എങ്ങനെ അവരെ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കി അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെ ജീവിതം കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു അനദർ റിസർച്ചാണ്, ഇതൊരു അനദർ ലാബാണ്. ആ ലാബിൽ കുട്ടികൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട്, ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങളതിൻ്റെ ഭാഗമാണ്. ആർ യു റെഡി? കേൾക്കുമ്പോൾ ഉത്തരവില്ല. ആർ യു റെഡി? എത്ര പേര് റെഡിയാണ്? കുറേ പേര് എല്ലാവരും ഒന്ന് ട്രൈ ആവും. ജസ്റ്റ് ട്രൈ. കാരണം നമുക്കൊരു നല്ലൊരു ഭാഗ്യമാണ് ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ടൈം പാസ്സാണ്. കുറേ കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് ദിസ് ഇസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് യു എവർ ഹാവ് ഇൻ യുവർ ലൈഫ്. ഒരു പാർക്കിൽ പോകുന്നത് ക്ലബിൽ പോകുന്നതിനേക്കാളും രസമാണ്. വളരെ രസമാണ് കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ. Swamiji. Namaskaram to one and all. This time Swamiji is here with chapter 18. That is basically the last part of Bhagavad Gita, Moksha Sannyasa Yogam. To reach there, we cannot directly go to 18. We have to go to chapter 1 onwards. To read chapter 1 also, we have to make ourselves ready for it. That is what I understood. 1 year before this, that is exactly about a year back, I don't think I ever knew that I would be into a Bhagavad Gita class, standing here talking to people and trying to motivate them to take attend Bhagavad Gita class. Basically, we spend our whole life just reacting to all kinds of situations that come our way. That's what I was last year. Well, it is work. We have a set kind of things in the house. Then we are into total mess. The whole day at office, at work, at every place we are disturbed. That is because of the mind. As Swamiji said, that is instincts. To get into this intelligence path, I think we should, now Swamiji will go away from here to other places. We will get back to our work. Unless we are in touch with what Lord Krishna has given to us, the Srimad Bhagavad Gita to start off with, I think we will not be able to continue this satsanga that we are at today. We are about more than 100 people here. And my experience on a Sunday class, I spare 2 hours. HAL Arun Babu sir is my satsanga. It's not that we all interact with whatever little experiences of life we have. We try to take out paras, match it with the Bhagavad Gita, how we can improve ourselves. It's basically a dialogue. It's not a monologue. We all of us interact in that. I think all of us, if we take this opportunity and join some satsanga, 4 of them were told, if many more are going to start, that's great. Ellarum namma adilekku ayale, not only we will benefit ourselves, but the fragrance will go to our children, grandchildren. As Swamiji said, all our children and grandchildren are all with mobiles in their hand. And for family photographs, they said 25 years later we are meeting and they send a photo. Everybody has a mobile, all of them are looking into that. Nobody is with each other. They are there together in the picture, but it's the mobile that takes the complete control. So for my benefit, I would say that I have moved from reaction to response. I think, and then only I react. And it's a continuous sadhana, according to me. Divasam Parayanam, that this is what we will do. Mind is different, body is different. It is you have to tell yourself every day. Only then it works. Because when we think that body is everything, we simply react. It's a continuous practice. So I request all of you to spare at least 2 hours per week. That will take you further. You will listen to more and more and enrich yourselves, enrich the society. A young nation we are. I think our children also will be ready to take on the world. Thank you. Hari Om.